നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 മുന്നണികൾ, ഇന്ത്യ മുന്നണിയും BJPയും, NDA മുന്നണിയും. ഇതിൽ NDA വളരെയധികം മുൻപിൽ നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഇതിനകത്ത് തന്നെ എത്ര പ്രധാനമന്ത്രിമാർ കുപ്പായം തയ്ച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 3 മുന്നണികളും തയ്യാറെടുപ്പിൽ തന്നെയാണ്. അതിൽ ഒരു പടിയാണ് ഇപ്പോൾ BJP മുമ്പിൽ നിൽക്കുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയാലും എപ്പോഴും കന്നി വോട്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ മണ്ഡലങ്ങളും നമ്മൾ നോക്കുമ്പോൾ വനിതാ വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് ഈ BJP ഇത്തവണ കന്നി വോട്ടർമാർക്കും വനിതാ വോട്ടർമാർക്കും മുൻഗണന നൽകുന്ന പ്രചാരണ രൂപരേഖയുമായിട്ട് രംഗത്തേക്ക് വരികയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കൗണ്ട് ഡൗൺ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിലാവും തെരഞ്ഞെടുപ്പ്. 2019 സീറ്റ് കുറഞ്ഞ സംസ്ഥാനങ്ങളും അക്കൗണ്ട് തുറക്കാത്ത ദക്ഷിണേന്ത്യ ഉന്നമിട്ടാണ് BJP രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ വിളിച്ച 300ഓളം നേതാക്കളുടെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂപരേഖ വിശദീകരിച്ചു. കേരളത്തിനും തമിഴ്നാടിനും പ്രത്യേക ഊന്നൽ നൽകും എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ഇതിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ 2 സന്ദർശനമാണ് അടുത്തടുത്തുണ്ടായിരിക്കുന്നത്. മോദി തമിഴ്നാട്ടിൽ വീണ്ടും പോകും. ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പരിപാടികൾ നടത്തും. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ക്ലസ്റ്റർ ചുമതലയുള്ള നേതാക്കളുമായി നദ്ദ ചർച്ച നടത്തി. സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും പങ്കെടുത്തു. 543 ലോക്സഭാ സീറ്റുകളെ 146 ക്ലസ്റ്ററുകളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. 3-4 സീറ്റുകളുള്ള ഉപക്ലസ്റ്ററുകളുടെ ചുമതല മുതിർന്ന നേതാവിനായിരിക്കും. കേരളമടക്കം ദുർബലമായ 240 സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. മുൻഗണന കന്നി വോട്ടർമാർക്കും വനിതാ വോട്ടർമാർക്കും. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, OBC, പട്ടികജാതി, പട്ടികവർഗം, യുവാക്കൾ എന്നിവരിലേക്ക് എങ്ങനെ എത്തണമെന്ന് നിർദ്ദേശിക്കും. രാമക്ഷേത്ര പ്രതിഷ്ഠ, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്ക് മുൻതൂക്കം മറ്റു പാർട്ടികളിലെ ജനസമ്മതിയുള്ള നേതാക്കളെ BJPയിലെത്തിക്കും. ഗ്രാമങ്ങളിലെ പ്രചാരണവുമായി നേതാക്കളുടെ ഗാവ് ചലോ പരിപാടിയും നടക്കും.